ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈയൊരു കാലഘട്ടം, അതായത് ഇപ്പം മുട്ടക്കൈ എന്ന സ്ഥലത്ത് നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് ഈ കൊല്ലം കഴിയാറാവുന്നു, ഒരു 8 മാസത്തോടെ കഴിഞ്ഞു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വയനാടിൻ്റെ അതിജീവനം അത് എന്താന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് ദുരന്തബാധിതരായ ആളുകളുടെ പുനരധിവാസം, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള പാക്കേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും പൊതുജനത്തിൻ്റെ നിലയിൽ ഇതിനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം അതിന് എല്ലാം ഒരു മറുപടി നൽകാനാണ് നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട വയനാട് സ്വന്തം മന്ത്രിയായ ശ്രീ OR കലു അവർകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ശ്രീ ഷംസാദ് മേരക്കാരും നമ്മുടെ കൂടെയുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു മോഡറേറ്റർ എന്ന നിലയിലല്ല, നിങ്ങളിലൊരുവനായിട്ടാണ് ഞാനും ഇരിക്കുന്നത്. കാരണം മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ കൂടിയുള്ള അറിവുകൾ മാത്രമേ നമ്മൾക്കുള്ളൂ. എന്താണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ബഹുമാനപ്പെട്ട മക്കൾ ശ്രീ OR കലൂരിനോട് ചോദിക്കുക, ഇപ്പം നിലവിൽ നമ്മുടെ പുനരധിവാസം ഒരു ടൗൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടുത്തെ ദുരന്തബാധിതരായ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ എന്നുള്ള അതിൻ്റെ നിലവിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് സാർ നമ്മൾ ഉയർത്തുന്നുണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി ദുരന്തമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. പക്ഷേ പൊതുവെ നമ്മൾ വയനാടിൻ്റേതായിട്ടുള്ള ഒരു അതിജീവനം തന്നെ എടുക്കണമെന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. പിന്നെ അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് വരാമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അത് സംബന്ധിച്ച് വയനാടിന് പുറത്ത് പറയുന്നത് വയനാട് ദുരന്തം എന്ന നിലയ്ക്കാണ്. അത് ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലാണ് ഈ ദുരന്തമുണ്ടായത്. അപ്പോൾ ഈ ദുരന്തത്തെ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അല്ലാതെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് വയനാടിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. ഇപ്പം അതിൽ ദുരന്തമുണ്ടായി 251 പേരാണ് അതിൽ മരണപ്പെട്ടു. 49ഓളം വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ദുരന്തമുണ്ടായതിന് ശേഷം തന്നെ വളരെ വേഗത്തിൽ അർദ്ധരാത്രി തന്നെ ജില്ലാ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും, പിന്നീട് നേരം വെളുത്തപ്പോൾ വ്യോമസേന, നമ്മുടെ ഈ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സൈനിക വിഭാഗങ്ങളും, യുവാക്കളും യുവതികളും എന്ന് വേണ്ട നാട്ടുകാരും എല്ലാവരും കൂടിയാണ് ആ ദുരന്തത്തിൽ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നമ്മൾ പരമാവധി ആൾക്കാരെ കരകയറ്റി അതിന് ശേഷം ഇപ്പോഴുള്ള സ്റ്റേജ് ഞാൻ തോന്നുന്നു പറഞ്ഞിട്ടില്ല, ഞാൻ മറ്റതിൻ്റെ വിവരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വശത്തു നിന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ടൗൺഷിപ്പ്, ഈ കുടുംബങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടൗൺഷിപ്പ് രൂപപ്പെടുത്താനുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചൂരൽമലയിൽ കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റ് ഇതര വ്യവസായങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്.
അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ടൗൺഷിപ്പ് എന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് വന്നിട്ടുള്ളത്. അപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിച്ച് കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും ഇവിടെ കൽപ്പറ്റയുള്ള എൽസ്റ്റേൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. തീരുമാനം എടുത്തോടൊപ്പം തന്നെ ഓരോ കുടുംബത്തിനും താമസിക്കാൻ ആവശ്യമായിട്ടുള്ള വീടിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ അതും വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. വളരെ നേരത്തെ തയ്യാറാക്കി. അതിൽ തന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യവസായവും കച്ചവടവും വാഹനവുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവർക്ക് കൽപ്പറ്റ ടൗണുമായി ബന്ധപ്പെട്ട എൽസ്റ്റേൺ എസ്റ്റേറ്റും, അതേസമയത്ത് നമ്മുടെ ചൂരൽമല ഭാഗത്തെ ടീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ മേഖലയിൽ ജോലിയെടുത്ത് ജീവിച്ചു വന്ന ആൾക്കാർക്ക് നെടുമ്പാല എസ്റ്റേറ്റും എന്ന രീതിയിലാണ് നമ്മൾ തരംതിരിച്ച് ഇതിനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയത്. അപ്പോൾ അവിടെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കാനും ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെയും, അങ്ങനെയാണ് 2 എസ്റ്റേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപ്രകാരം നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒപ്പം തന്നെ അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം 1100 ചതുരശ്ര അടി വരുന്ന വീടിൻ്റെ നിർമ്മാണം ഒരു പ്ലാൻ ഗവൺമെൻറ് തയ്യാറാക്കി. അത് ഭാവിയിൽ ഒരു +4 കൂടി ഒരു നില കൂടി എടുക്കാൻ പാകത്തിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോയ അവസരത്തിലാണ് ഈ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച എസ്റ്റേറ്റിൻ്റെ ഓണേഴ്സ് കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ കേസിന് പോയതോട് കൂടിയിട്ട് കുറച്ച് ഡിലേ വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതിനെതിരെ ഗവൺമെൻറ്റും കൂടി ഈ കക്ഷി ചേർന്ന് ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തി ഇനി വളരെ വേഗം തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അതിൽ വീട് മാത്രമല്ല. ഈ ടൗൺഷിപ്പിനകത്ത് അംഗൻവാടി, ആരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, ഈ ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ വീട് മാത്രമല്ല, അംഗൻവാടി, വില്ലേജ് ഓഫീസ്, മറ്റേ ആശുപത്രി, സ്കൂള്, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, ഇങ്ങനെയെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2 വ്യത്യസ്തമായ രീതിയിലുണ്ട് ഭൂമിയുടെ ഘടനയ്ക്ക്. ഇപ്പോൾ എൽസ്റ്റേൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പരന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണ്. നെടുമ്പാല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിഞ്ഞ ഒരു ഭൂമിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 സ്ഥലത്തും ഈ കാര്യം തന്നെയാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ എല്ലാ ഭാഗത്തേക്കും എല്ലാവർക്കും എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള റോഡ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എൻ്റെ പ്ലാനും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ പ്ലാനും റെഡിയായി കഴിഞ്ഞു. ഇനി ഈ എസ്റ്റേറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമുക്ക് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ശ്രീ ഷംസാദ് മരക്കാരനോടാണ്. അതായത് മുണ്ടക്കൈ ദുരന്തമുണ്ടായ ആ സമയം മുതൽ വളരെ കൃത്യമായ സ്തുത്യർഹമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ് താങ്കൾ. കാരണം ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളോട് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം കൂടി നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞു നിങ്ങളൊരുവനാണ് ഞാനും. അപ്പം ആ സമയത്ത് ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തുനിന്നും ആൾക്കാർ ഓടി എത്തുകയാണ് എന്താണ് സംഭവിച്ചെന്ന് അറിയാനും അല്ലെങ്കിൽ ഇത്രയും വലിയ ദുരന്തമാണല്ലോ ഇവിടെ നടന്നതെന്നറിഞ്ഞ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവെന്നും പകലുമില്ലാണ്ട് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. ശ്രീ ഷംസാദ് മരക്കാരനെ പോലെയുള്ള ആളുകളും ബഹുമാനപ്പെട്ട മന്ത്രി സ്നേഹത്തോടെ നമ്മൾ കഴിവട്ടെന്ന് വിളിക്കും, അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ, കാരണം നമ്മുടെ ഉറ്റവരാണ് ഇങ്ങനൊരു ഒരു അപകടത്തിൽ പെട്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ആൾക്കാരാണ് ഇവരൊക്കെ.
അപ്പം അതുകൊണ്ട് തന്നെ ശ്രീ ഷംസാദ് മരക്കാരനോട് ചോദിക്കുകയാണ്, ഇപ്പം ഗ്രാമപഞ്ചായത്തും വളരെ നല്ല രീതിയിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു, അർഹരായ ആളുകളെ കണ്ടെത്തുന്നു, അവർക്ക് വേണ്ടിയുള്ള ഇതുവരെ ഇത്രയും കാലമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പുരോഗതിയിൽ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സർക്കാർ കൈക്കൊണ്ട നടപടികളും അപ്പം അതിൻ്റെ നിലവിലുള്ള സ്റ്റേറ്റസ് എന്താണെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പം നമ്മളോട് പങ്കുവച്ചു. അപ്പം താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന് ഏതൊക്കെ രീതിയിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് കൂടുതൽ ഇതിനെ ഒന്ന് ത്വരിതപ്പെടുത്താൻ സാധിക്കും എന്നും കൂടി ഒന്ന് താങ്കൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് ഒരു സമാനതകളില്ലാത്ത ദുരന്തമാണ്. ആ ദുരന്തം കുറേ പാഠം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അത് ദുരന്തമായി കാണാം, അവിടെ മനുഷ്യത്വം കാണാം, അവിടെ എല്ലാവരുടെയും ഇടപെടൽ കാണാം, അവിടെ എന്താ പറയുക സെക്യുലറിസം കാണാം. എല്ലാം ആ ദുരന്ത മേഖലയിൽ അതിനങ്ങനെ കാണുന്ന ആൾക്ക് അങ്ങനെയും കാണാൻ പറ്റുന്നൊരു ദുരന്തമാണ്. അമ്മയും മക്കളുമുള്ള ബന്ധം കാണണമെങ്കിൽ ദുരന്തത്തിൽ കഥയുണ്ട്. അതായത് മരിക്കാൻ നേരത്ത് മകൻ്റെ കൈവിട്ട് ഒഴുകിപ്പോയ അമ്മയുണ്ട് അവിടെ. അത് എത്രത്തോളം ആളുകൾക്ക് അറിയും എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ വെള്ളം പൊന്തി വരുമ്പോൾ മകനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ അമ്മയുണ്ട്. മകനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ മാതാവ് മക്കളൊക്കെ ഉള്ള ഏറ്റവും വലിയ സ്നേഹം ഒരുപക്ഷെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അതിനപ്പുറം ഒരു വലിയ കൂട്ടായ്മയുണ്ടായി. ഇനി നമ്മൾ അവരെ തിരിച്ച് പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ എഫേർട്ടാണ് എടുക്കാനുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ആർ കേളുവേട്ടൻ പറഞ്ഞതുപോലെ ടൗൺഷിപ്പ് നിർമ്മിക്കുക, അവർക്ക് വീടുകൾ നൽകുക, അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എൻ്റെ പ്രസംഗത്തിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു കാര്യം, മണ്ണോട് ചേർന്ന മനുഷ്യരൊഴികെ ബാക്കി മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ പുനരധിവാസം വേഗതയിലാവുക എന്നുള്ളതാണ്. അത് നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ കോടതിയിൽ കേസിന് ഉടമസ്ഥർ പോയി. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ആ ഉടമസ്ഥരുടെ ഹർജി കോടതി തള്ളിയ ദിവസമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇനി ആ ഭൂമി ഏറ്റെടുക്കലിലുള്ള സാങ്കേതികത്വം നമുക്ക് വളരെ പെട്ടെന്ന് മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എൻ്റെ ഒരു ആശയം ബഹുമാനപ്പെട്ട ഈ വേദിയിലുണ്ട് ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി ശ്രീ വേണു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നൊരു മീറ്റിങ്ങിൽ നമ്മളൊരു മൈക്രോ പ്ലാൻ വേണമെന്ന് പറഞ്ഞു ഒരു കുടുംബത്തിന്. അതിനൊരു കാഴ്ച എനിക്ക് അവിടെ ഉണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം 1000 സ്ക്വയർ ഫീറ്റ് വീട്, അതൊരു മാറ്റമാണ്. കാരണം സാധാരണഗതിയിൽ 650 സ്ക്വയർ ഫീറ്റാണ് വീട് നിർമ്മിക്കുക. പക്ഷേ ഇത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ആക്കി വീട്, അതൊരു മാറ്റമാണ്. പക്ഷേ വീട് കൊടുക്കുന്നത് കൊണ്ട് മാത്രം പുനരധിവാസം പൂർത്തിയാവില്ല. കാരണം അവർ നമ്മളെക്കാൾ നല്ല രീതിയിൽ ജീവിച്ച ആളുകളാണ്. നമ്മളിപ്പോഴും ആ കൺസിഡറേഷനിലേക്ക് എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ ഒരു അബുക്ക എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മാസത്തെ വാടക എന്ന് പറയുന്നത് 50,000 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു മാസം അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന് നമ്മൾ സഹായിച്ചിട്ട് വേണം ഡയാലിസിസ് ചെയ്യാൻ. അതായത് 50,000 രൂപ ഒരു മാസം വീട്ടിൽ വരികയും 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിൽ താമസിക്കുകയും വീട്ടിൽ 3-4 വാഹനമുണ്ടായിരുന്ന ഒരാൾ ഇന്ന് ഡയാലിസിസ് ഒരു മാസം ചെയ്യണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണം. ഇനി അദ്ദേഹത്തിന് നമ്മളൊരു വീട് കൊടുത്താൽ ഈ പുനരധിവാസം പൂർത്തിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പൂർത്തിയാവില്ല എന്നുള്ളതാണ്. വീട് വേണം, സ്ഥലം വേണം, അവരുടെ നഷ്ടത്തെ നികത്തണം. നഷ്ടത്തെ നികത്തണമെങ്കിൽ ഓരോ കുടുംബത്തിനും ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ കൃഷിഭൂമി ഒലിച്ചുപോയ ആളുകളുണ്ട് അവിടെ. നന്നായി ഏലകൃഷി നടത്തിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. നല്ല ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ഏലമാണ്, ചെറിയ ഏലമല്ല, എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഏലം കൃഷിയായിരുന്നു. അവരെ നശിച്ചുപോയി. അവരെ നമ്മൾ എങ്ങനെ റീഹാബിലിറ്റി ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. നല്ല ആശയമാണത്. ആ ആശയത്തിനുണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആ ടൗൺഷിപ്പിനകത്ത് അവരുടെ പ്രതീക്ഷകളുണ്ട്. സ്കൂള്, അംഗൻവാടി, സാംസ്കാരിക നിലയം, അവരുടെ ഒത്തുചേരാനുള്ള ഇടം, പള്ളി, അമ്പലം, വീടുകൾ, ഇതെല്ലാം ഒരു ടൗൺഷിപ്പിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് അവരുടെ ഗ്രാമത്തെ തിരിച്ചെടുക്കാൻ പറ്റും. ആ ഗ്രാമത്തിൻ്റെ ആംബിയൻസിനെ തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഗ്രാമത്തിൻ്റെ സ്ട്രക്ചറിനെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ എഫേർട്ട് നമ്മൾ എടുക്കാനുണ്ട്.
അതിൽ അവരുടെ നഷ്ടത്തെ കണക്കാക്കി അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാനം സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കൂടുതൽ ആളുകൾ തൊഴിലെടുത്തിരുന്നത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഓഫ് റോഡ് പോകുന്ന ജീപ്പ് ഉപയോഗിക്കുന്നവരായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും എന്ന് പറയുന്നത്. ഓഫ് റോഡ് റൈഡേഴ്സാണ് അവർ റൈഡ് ചെയ്യുന്നത് ഗംഭീര റൈഡേഴ്സുമാണ്. ആ ദുരന്ത ഭൂമിയിൽ പോലും നമ്മളെ പോലും റൈഡ് ചെയ്ത് മേലെ കൊണ്ടുപോയത് അവിടുത്തെ ആളുകൾ മാത്രമാണ്. അവർക്കേ അതിനുള്ള എക്സ്പേർട്ടുള്ളൂ. അപ്പോൾ അതുണ്ട്, കച്ചവടം നടത്തിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്ത ആളുകളുണ്ട്. അവരിനി എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട്. വീടും ടൗൺഷിപ്പിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളതാണ്. ഇപ്പം മനോജേട്ടൻ്റെ ഒരു മില്ലുണ്ടായിരുന്നു അവിടെ. നമ്മൾ വളരെ പെട്ടെന്ന് ആ മില്ല് റിമൂവ് ചെയ്തിട്ടാണ് വഴി വെട്ടിയത്. അദ്ദേഹം ഇനി എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിന് അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ കച്ചവടം നടത്തിയ ആളുകൾക്ക് കച്ചവടം തിരിച്ചു കൊടുക്കണം. ജീപ്പ് ഓടിച്ച് ജീവിച്ച ആളുകൾക്ക് ജീപ്പ് കൊടുക്കണം. അവരുടെ ഉപജീവന മാർഗം തിരിച്ചു പിടിക്കണം. അതിനോടൊപ്പം അവരുടെ ടൗൺഷിപ്പും പ്രവൃത്തിയാവണം. ഇനി ഇതിലൊന്നും നമ്മൾ പറയപ്പെടാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ ബാധ്യതകളുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത അവിടുത്തെ ആളുകൾക്കുണ്ട്. ഏകദേശം 35 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളൊരു പ്രദേശമാണ്. അത് ലോണുകളാണ് കൂടുതൽ. അത് ഒരു കൊല്ലത്തേക്ക് നമ്മൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇനി എന്ത്? അതെങ്ങനെ നമ്മളതിന് കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് സെക്ഷൻ 113 പ്രകാരം എടുക്കണം, ദുരന്തത്തിൻ്റെ ചട്ടം. അത് ഇതുവരെ അതിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ പറയുന്നില്ല. അപ്പോൾ അവരുടെ സാമ്പത്തിക ബാധ്യത, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, അവരുടെ ജീവനത്തിലേക്കുള്ള വരുമാനം, അങ്ങനെയൊക്കെ ഇതിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ വലിയ ഒരു ടാസ്ക്കാണ് സത്യത്തിൽ. ദുരന്തത്തെ അതിജീവിക്കുന്നതിൽ കേരളത്തിന് എന്നൊരു മാതൃകയാണ് വയനാട് ദുരന്തം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഷ്ട്രീയമില്ലാതെ, മത ജാതി വ്യത്യാസമില്ലാതെ മനുഷ്യനായി കണ്ട ഒരു ദുരന്ത മേഖലയിൽ ഇടപെടൽ നടന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലാണ്. അതൊരു വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനം തോന്നിയൊരു സമയവുമാണ്. കാരണം നമ്മൾ ആരോടും എന്തും നമുക്ക് ചോദിക്കാനും തരാനും ആളുകളുണ്ടായി, സഹായിക്കാൻ ആളുകളുണ്ടായി. മലയാളി എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായി തോന്നിയ സമയമാണത്. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് അതിൻ്റെ അനുഭവങ്ങളും ഉണ്ടായി. പക്ഷേ അതിനപ്പുറം ദുരന്ത നിവാരണം കഴിഞ്ഞതിന് ശേഷമുള്ള പുനരധിവാസത്തിൽ ഒരു ഏറ്റവും വലിയ മാതൃക ലോകത്തിന് ചിലപ്പോൾ സമ്മാനിക്കാൻ കഴിയുന്നത് ഈ ദുരന്ത പുനരധിവാസം നമ്മൾ എടുത്താൽ ഒരു പക്ഷേ അത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ ചരിത്രത്തിൻ്റെ ഒരു മാതൃകയായി മാറാനുള്ള കാര്യമാണ്. ഒന്ന്, ടൗൺഷിപ്പ് ഒരു മാതൃകയാണ്. അത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ അതൊരു മാതൃകയാണ്. 2, ഇവരുടെ ഉപജീവനം തിരിച്ചു കൊടുക്കുക, ഇവരുടെ ജീവിതം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇനി ഇതിനകത്ത് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ലോക്കൽ ഗവൺമെൻറ്, സെൽഫ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ദുരന്തമുണ്ടായ ഉടനെ ചെയ്തൊരു കാര്യം, എൻ്റെ ജില്ലാ പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാം വിജയനോടിരിക്കും, എല്ലാവരെയും വിളിച്ചു കൂട്ടിയൊരു തീരുമാനമെടുത്തു. നമ്മളുടെ സ്വന്തം പഞ്ചായത്തുകളിൽ നമ്മൾ ജയിച്ചു വന്ന പ്രദേശത്തും കൊടുക്കുന്ന പണം നമ്മൾ കൊടുക്കുന്നില്ല. ഈ പ്രാവശ്യം നമ്മൾ ഈ തുക മുഴുവൻ മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് കൊടുക്കുകയാണ്. ഒരാളും അതിനകത്തൊരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മുഴുവൻ പദ്ധതികളും വെട്ടി 5 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ചു. ആ 5 കോടിയിൽ നിന്ന് ആദ്യഘട്ടം ഇപ്പോൾ 75 ലക്ഷം നമ്മൾ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്തതും അവരാണ് അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് തരേണ്ടത്, അവിടുത്തെ ആളുകൾ. അതിനനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ അവർ ചോദിക്കുന്ന തുക ഷെയറായി നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് അതൊരു പുനരധിവാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പുനരധിവാസം എന്ന് പറയുന്നത്, അതിജീവനം എന്ന് പറയുന്നതും ചെറിയ കാര്യമായിട്ട് നമ്മളതിനെ കാണുക എന്ന് പറയുന്ന അബദ്ധമായിരിക്കും. പിന്നെ അതിജീവനം എന്ന് പറയുന്നത് അവിടുത്തെ അതിജീവനം ഈ ജില്ലയുടെ മൊത്തം അതിജീവനത്തിൻ്റെ ഭാഗമാണ്. മുണ്ടക്കൈ കേളോട്ടൻ അത് എക്സാക്റ്റ് പറഞ്ഞു. ഈ വയനാട് ദുരന്തം എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്നുള്ളത് 4 മാസം കഴിയുമ്പോൾ എനിക്കും തോന്നുന്നത് ദോഷം നമുക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം പുറമേ നിന്നുള്ള ആളുകളൊക്കെ വിചാരിച്ചത് വയനാട്ടിൽ മൊത്തം ഇനി ഒരിക്കലും വരാൻ പറ്റാത്തൊരു പ്രദേശം പോലെ ആയോ, ഇവിടെ എന്തോ വലിയ എല്ലാ പ്രദേശത്തും ഡാമേജ് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ അത് ഒരു പരിധിവരെ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും അത് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഈ ജില്ലയിൽ തന്നെ ഇപ്പം നമ്മളൊരു വാദത്തിന് പറഞ്ഞാൽ ഈ റിസോർട്ടുകൾ തുറക്കണം, ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനൊരു പബ്ലിക് ഫംഗ്ഷനിൽ പ്രസംഗിച്ചു, അടിയന്തരമായി വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണം, റിസോർട്ടുകൾ റീഓപ്പൺ ചെയ്യണം. അപ്പോൾ ഉടനെ നമ്മളെ റിസോർട്ട് മാഫിയയുടെ ആളുകളോ അങ്ങനെയൊക്കെ ആളുകൾ വ്യാഖ്യാനിച്ചു. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ,
വഴിയരികിൽ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുന്ന ആളുകളുണ്ട് വയനാട് ജില്ലയിൽ. ഇളനീര് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. 3 മാസമായി ഇവരെ നെല്ലിക്ക കച്ചവടം നടക്കുന്നില്ല. അതാരും കൺസേൺ ചെയ്തില്ല. വയനാട് ജില്ലയിലേക്ക് ആളുകൾ വന്നാലാണ് വഴിയരികിൽ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെ വീട്ടിലേക്ക് ഒരു വരുമാനം ഉണ്ടാവുള്ളൂ. ഇതിനിവിടെ ടൂറിസം തിരിച്ചു വരണം എന്നുള്ളതാണ്. അതിനെ നമ്മൾ പറയുമ്പം വേറൊരു അർത്ഥത്തിൽ എടുത്തു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ മാറ്റം ഉണ്ടായി. എന്നാലും പൂർണ്ണമായി ഒരു മാറ്റം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇപ്പോൾ WLF അതിനൊരു എക്സാമ്പിളാണ്. പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നു, അവർ വയനാട് കണ്ടു, അവർക്ക് മനസ്സിലായി വയനാട് പഴയ പോലെ തന്നെ ആയി, തിരിച്ചു വരും. അത് പ്രൂവ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ദുരന്തബാധിതർക്ക് കൊടുത്ത കമ്മിറ്റ്മെൻറ്റാണ് പുനരധിവാസം. അത് ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും ഭരണത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒന്നും ഔദാര്യമല്ല. അത് അവരുടെ അവകാശമാണ്. അവർ ദുരന്തത്തിൻ്റെ ഭാഗമായെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിച്ച് ഏറ്റവും മാതൃകാപരമായ, അതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല എന്നുള്ളതാണ്, ഏറ്റവും മാതൃകയായ ഒരു പുനരധിവാസം പൂർത്തിയാക്കുക എന്ന്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ചില ആളുകൾ ചില തീരുമാനം എടുക്കും. ഡിസംബർ 31-ാം തീയതി ഞാൻ ഇങ്ങനെ നന്നാവുന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചാനലിൽ നിന്ന് ചോദിച്ചു, എന്താണ് പ്രസിഡൻറ്റിൻ്റെ ന്യൂ ഇയർ തീരുമാനം എന്ന് വെച്ചാൽ. എൻ്റെ ഒറ്റ തീരുമാനമുള്ളൂ, അടുത്ത ന്യൂ ഇയർ അല്ലെങ്കിൽ December 31 മുണ്ടക്കൈക്കാർ അവരുടെ സ്വന്തം വീട്ടിൽ മക്കളോടൊപ്പം ആഘോഷിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ന്യൂ ഇയർ വിഷ് എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹം അതാണ്, അവരെത്രയും പെട്ടെന്ന് ഏറ്റവും ഭംഗിയായി പുനരധിവസിക്കുക. 2 കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ. മാതൃകാപരമായിരിക്കണം, അതിനോടൊപ്പം ആത്മാഭിമാനമുള്ള പുനരധിവാസമായിരിക്കണം, ഏറ്റവും മികച്ചതായിരിക്കണം. ഒരു കാരണവശാലും അവർ റിഗ്രറ്റ് ചെയ്യപ്പെടരുത് ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായി എന്ന് തോന്നിയിട്ട്. അത് പല മാതൃകകൾ നമ്മളിൽ നിന്ന് പാളിപ്പോയതുണ്ടാവാം, അതല്ല ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് അവരോടൊപ്പം നിൽക്കുക. അതിലേറ്റവും ഗുണം, വീട് നിർമ്മിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾ വീട് നിർമ്മിക്കാൻ തയ്യാറാണ്. അവർ നമുക്ക് പണം തരും, സ്ഥലം നമ്മൾ കൊടുത്താൽ വീടുകൾ നമുക്ക് നിർമ്മിക്കാം. ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി അവരെത്തിച്ച് ഒരു പീരീഡ് വെക്കണം. ഇന്ന ഒരു ടൈം പീരീഡിനകത്ത് ഈ പുനരധിവാസം നമ്മൾ പൂർത്തിയാക്കുമെന്നുള്ള, അതിന് നമ്മൾ ഒരു വളരെ സീരിയസ് ആയ ഒരു ഇടപെടൽ നമ്മൾ നടത്തണം എല്ലാവരും. അത് ഞാൻ പറഞ്ഞപ്പോൾ മന്ത്രിയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ല അതിനകത്ത് ഇടപെടേണ്ട ആളുകൾ. അതിനകത്ത് ഇടപെടേണ്ട ആളുകൾ പബ്ലിക്കാണ്. ഇത് വൈകുന്നുണ്ടെങ്കിൽ, ഇതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടണം. അങ്ങനെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ചില ചോദ്യങ്ങൾ ഉള്ളിൽ തറയ്ക്കുകയും ചില തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം, ഇതിനെ വേഗതയിലെത്തിക്കുക, ഇതിനെ ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന്. ഇവിടെ ഇപ്പം മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീ ഷംസാദ് മരക്കാർ സൂചിപ്പിച്ചൊരു കാര്യം, പുനരധിവാസം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഉപജീവനം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു തലയ്ക്ക് മുകളിൽ ഒരു കൂര വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരാരും ഒന്നുമില്ലാതിരുന്ന ആളുകളല്ല. എന്നെയും നിങ്ങളെയും നമ്മളെയൊക്കെ പോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളിലും അന്തസ്സോടെ ജീവിച്ചിരുന്ന ഒരു പറ്റം ജനങ്ങളാണ് ഇപ്പം ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുന്നത്. അവരുടെ പുനരധിവാസം, ഉപജീവനം, ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഓർക്കേളു പറഞ്ഞതുപോലെ ഇത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുകയാണ്, ഉപജീവനം, അതായത് ദുരന്തബാധിതരുടെ ഉപജീവനത്തിനായി ഇപ്പോൾ കേരള സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉപജീവനം, സാറ് പറഞ്ഞ പോലെ വയനാട് ദുരന്തം എന്നുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വയനാടിനെ മൊത്തം ബാധിച്ച ഒരു ദുരന്തം എന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് റിപ്പോർട്ടിംഗ് ആയിപ്പോയി സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വയനാട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇതൊരു കാർഷിക മേഖലയാണ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് കാർഷിക റിസോഴ്സസിൽ നിന്നുള്ള വരുമാനവും അതേപോലെ ടൂറിസവും, അതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ഈ ഒരു നെഗറ്റീവ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗവും കൂടി അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ ഭാഗമായിട്ട് ടൂറിസ്റ്റുകളുടെ വരവൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ വയനാട്ടിലെ മൊത്തം ജനതയുടെ ഒരു ഉപജീവനം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്.
അപ്പോൾ വയനാടിന് വേണ്ടി നമ്മുടെ ഇപ്പോൾ കേരള സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ഉപജീവനത്തിനായി വയനാട് മൊത്തത്തിലുള്ള ഒരു ഉപജീവനം, വയനാട് ജനതയുടെ ഉപജീവനം എന്ന നിലയിൽ എന്തൊക്കെയാണ് ഇപ്പം കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടികൾ? അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിഷയം വയനാടിൻ്റെ അതിജീവനമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മെയിനായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നത് ചൂരൽമലയാണ്. പക്ഷേ വയനാടിൻ്റെ ഒരു അതിജീവനം ഒരു വിഷയം തന്നെയാണ്. അതിന് ഞാൻ മന്ത്രി എന്ന നിലയ്ക്കും അല്ലാത്തപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പഴയ വയനാടില്ല ഇപ്പോഴത്തെ വയനാട്. വയനാട് എന്ന് പറയുന്നത് പഴയ കാലത്തൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല്, ഇഞ്ചി, കുരുമുളക്, കാപ്പി, വാഴ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പൂർണ്ണമായിട്ടുമുള്ള ഒരു 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 ജില്ല, ഒരു കാർഷിക മേഖലയാണ് വയനാട്. ഈ കാർഷിക മേഖലയിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലി ചെയ്തതും വരുമാനമെടുത്തതും ആ വരുമാനം കൊണ്ട് ജീവിതം പടുത്തുയർത്തിയതും. അതാണ് പഴയ വയനാട്. പക്ഷെ ഇപ്പോൾ വയനാട് മാറി. ഈ കാർഷിക മേഖലയെല്ലാം വഴിമാറി. ഇപ്പോൾ കുരുമുളക് വയനാട്ടിൽ കാണാനില്ല, കാപ്പി വഴിമാറി, ഇഞ്ചി ഒട്ടും നടക്കുന്നില്ല, പാടങ്ങളൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ തനതായിട്ടുള്ള കാർഷിക മേഖല പൂർണ്ണമായിട്ടും വയനാട് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് ആൾക്കാരുടെ തൊഴിലും വരുമാനവുമാണ് നഷ്ടപ്പെട്ടത്. അത് ഒരു അതിജീവനത്തിൻ്റെ വയനാട്ടിൽ മുഴച്ചു നിൽക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടുത്തെ തദ്ദേശീയ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് തന്നെ ഒരു പ്രധാനം, അവരാണ് ഈ മേഖലയിൽ ഉപജീവനം നടത്തിയിരുന്നത്. അപ്പോൾ അതിപ്പോൾ വഴിമാറി. അത് വഴിമാറിയ അവസരത്തിൽ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് വയനാട്ടുകാർ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ആ മേഖലയിലേക്ക് ടൂറിസം കടന്നു വന്നത്. ടൂറിസം കടന്നു വന്നപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാം റിസോർട്ടുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉണർവുണ്ടാവുകയും വിവിധ ബിസിനസ്സുകളൊക്കെ ചെയ്യാനും ഒരു വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ടൂറിസത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യും, വയനാട് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ കാർഷിക മേഖലയിൽ മാത്രം അതിജീവനം നടത്തിയ ആൾക്കാർക്ക് ഈ മേഖലയിലേക്ക് വരാനും ഒരു ജീവിത മാർഗം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ വീണ്ടും ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആ ഒരു അതിജീവനം എന്ന് പറയുന്നത് വയനാട്ടിലെ വന്യമൃഗമാണ്. ഇപ്പോൾ കാർഷിക മേഖലയായാലും ടൂറിസം മേഖലയിലായാലും രണ്ടിനെയും ഈ വന്യമൃഗശല്യം കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈ വന്യമൃഗശല്യം കൊണ്ട് കൃഷി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. വന്യമൃഗശല്യം കൊണ്ട് ടൂറിസ്റ്റുകാർക്ക് യഥേഷ്ടം വന്നു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ വന്യമൃഗശല്യവും വയനാടിനെ സംബന്ധിച്ച് ഒരു 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 വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ അതാണ് വയനാട് ശരിക്കും പറഞ്ഞാൽ നേരിടുന്ന ഒരു അതിജീവനം അതാണ്. പക്ഷേ അതിൽ ഇപ്പോൾ ദുരന്തമുണ്ടായ ചൂരൽമല ഒരു ഇതാണ്. അതിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ട്, വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചവരുണ്ട്. പക്ഷെ നമുക്ക് ഈ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഇപ്പം ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഇന്നലെയാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രിൻ്റെയും MD-ൻ്റെയും മരണം കാരണം അത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാ ഭാഗം ഒരു ഡിസ്കഷൻ ഞങ്ങൾ നടത്തിയിരുന്നു, മന്ത്രിസഭയിൽ നടത്തിയിരുന്നു. ഈ ടൗൺഷിപ്പാണ് നമ്മൾ പറയുന്നതിൽ. ടൗൺഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൽ വീട് മാത്രമല്ല, അതിൽ കുട്ടികൾക്ക് അംഗൻവാടികളുണ്ടാകും, കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുണ്ടാവണം, ആൾക്കാർക്ക് ആരോഗ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് കയറിപ്പറിക്കണം, ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടാവണം, കളിസ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളും. അതിനോടൊപ്പം അത് തന്നെ മുഖ്യമന്ത്രി എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല, അതിൽ ആ ടൗൺഷിപ്പിൽ വിവിധ തൊഴിലുകൾ ചെയ്യാനുള്ള ഒരു തൊഴിൽശാല
നമുക്ക് ടീ ഷോപ്പ് ഇടാം, ഒരു ഹോട്ടലിടാം, ഒരു വർക്ക്ഷോപ്പ് ഇടാം. ഇങ്ങനെയുള്ള വിവിധ തൊഴിൽശാലകൾ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ടൗൺഷിപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാനുള്ള ഒരു റോഡ് ആക്സസ് ഉൾപ്പെടെയുള്ള പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ നടക്കും? ഫിനാൻസ് പ്രോബ്ലമാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഫിനാൻസ് പ്രോബ്ലം ഇല്ല. കാരണം ഈ ഉദ്യമത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ യുവജന സംഘടനകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യക്തിപരമായി സംഭാവന ചെയ്തവർ എല്ലാവരും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള പണം കൂടെയുണ്ട്. ആ പണമുണ്ട്. ആ പണം ഉപയോഗിച്ച് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. അതിൽ തന്നെ പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട്, ഗവൺമെൻറ് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഈ സ്പോൺസേഴ്സിനൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചിരുത്തി ആര് എന്തെന്തൊക്കെ ചെയ്യും, ഈ സംഘടന എത്ര വീട് നിർമ്മിക്കും, ആരിവിടെ സ്കൂളുണ്ടാക്കും, ആരിവിടെ അംഗൻവാടി ഉണ്ടാക്കും, ആരിവിടെ ആശുപത്രി ഉണ്ടാക്കും എന്ന കാര്യങ്ങളൊക്കെ പലരും എഴുതി തന്നിട്ടുണ്ട്. അവരെല്ലാം വിളിച്ചിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു ചർച്ചയ്ക്ക് കൊടുത്തിട്ട് ഓരോരുത്തർക്ക് താല്പര്യമുള്ളത് അവരവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്ഥലം കാണിച്ചു കൊടുക്കും. പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിൽ നിർമ്മിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തുടങ്ങാൻ വൈകിയത് ഫിനാൻസ് പ്രോബ്ലം അല്ല, ഈ ലാൻഡിൻ്റെ വിഷയം കൊണ്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായി ഈ ഒരു പുനരധിവാസം, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പുനരധിവാസം എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ വരണം എന്നതുകൊണ്ടാണ് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആ കുടുംബത്തിന് ഒരു നിശ്ചിത സാമ്പത്തിക സഹായം കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള എവിടെയെങ്കിലും പോയി സ്ഥലം എടുത്ത് വീട് വെച്ചോളെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയേണ്ടവരല്ല അവരെ നമുക്ക് തള്ളിക്കളയേണ്ടവരല്ല. അവരെ നമ്മളോടൊപ്പം നേരത്തെ പറഞ്ഞ സെക്യുലറിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണത് ഇതിൽ. അപ്പോൾ എല്ലാവരും ഒരു കുടക്കീഴിൽ തന്നെ നിൽക്കണം. ആ ഒരു കാഴ്ചപ്പാടും ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം അറിയാമല്ലോ, നമ്മൾ അതിന് വിട്ടുകൊടുക്കുന്നില്ല. സെക്യുലറിസം തന്നെയാണ്. ആ സെക്യുലറിസം മുറുക്കെ പിടിക്കുക എന്നുള്ളത് ഈ ടൗൺഷിപ്പിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ എല്ലാ വിശ്വാസികളും അതിലുണ്ടാവും. അവിടെ സ്നേഹവും സാഹോദര്യവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാവുന്ന മറ്റ് ക്രിയേറ്റിവിറ്റീസ് കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യണം. അത് കൃത്യമായി പറഞ്ഞില്ല, പക്ഷെ അതുകൂടി ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കുള്ളൂ. അതും കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തനതായിട്ടിപ്പോൾ ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഈ ടീ എസ്റ്റേറ്റിലെ പട്ടിക തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം തൊഴിലാളികൾ, അവർക്ക് എസ്റ്റേറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ഫ്രോഡും ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാർക്കൊന്നും ഒന്ന് വിട്ടു പോരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ നെടുമ്പാല എസ്റ്റേറ്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് ആ എസ്റ്റേറ്റിൽ അവരുടേതായിട്ടുള്ള ഇത്രയും കാലം ചെയ്ത് വന്നിട്ടുള്ള ആ തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഒരു ജോലിയും ഒരു വരുമാനവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ വ്യവസായമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല, മേമ്പടിത്തന്നെ നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇപ്പോൾ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ച ആൾക്കാരുണ്ട്, ജീപ്പ് ഓടിച്ച് ജീവിച്ച ആൾക്കാരുണ്ട്, ആംബുലൻസ് ഓടിച്ച് ജീവിച്ച ആൾക്കാരുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ വന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 2 പോയിൻറ്റും കൂടിയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ തുടർന്ന് അങ്ങോട്ടൊരു ഉപജീവനം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള തൊഴിലും വരുമാനം കിട്ടുന്ന രീതിയിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ ചുരൽമല ആണെങ്കിലും വയനാടിൻ്റെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ ലേശം വിഷയമാണ്, വലിയ വിഷയം തന്നെയാണ്. ഈ വന്യമൃഗത്തിൻ്റെ ശല്യവും ഈ മറ്റ് കാർഷിക മേഖല വഴിമാറിയതും, അതോടൊപ്പം തന്നെ ഞാൻ പറയാതിരുന്ന ഒരു കാര്യമുണ്ടെങ്കിലും കാലാവസ്ഥ വ്യതിയാനം ഇന്ന് വയനാട് ജില്ലയിൽ ഇപ്പോൾ എല്ലാം കൊയ്ത്ത് പാടം കൊയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാം റെഡിയായി നിൽക്കുക. അപ്പോൾ എൻ്റെ ഭാഗത്തൊക്കെ വെച്ചാൽ കുറച്ച് കൊയ്ത് വെള്ളത്തിലായി കിടക്കുക. കാലം തെറ്റി കാലാവസ്ഥ മാറി, കാലം തെറ്റി മഴ പെയ്ത് ഇപ്പം എല്ലാം വെള്ളത്തിലായി കിടക്കുകയാണ്.
ഇപ്പോൾ ഏത് സമയത്തും വയനാട്ടിൽ മഴ പെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതും ഒരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ചൂരൽമല ടൗൺഷിപ്പോട് കൂടിയിട്ട് നമ്മൾ അവരെ ഒരു ജീവിതമാർഗത്തിലേക്ക് കൊണ്ടുവന്നാലും വയനാടിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അത് വലിയൊരു വിഷയമായിട്ട് തന്നെ വയനാട്ടിൽ നിലനിൽക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ടൂറിസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പുതിയ മേഖലകളിൽ കൂടി നമ്മൾ പറയാൻ ബാധ്യസ്ഥരായി തീരുന്നത്. ഇപ്പോൾ വയനാട്ടിലേക്ക് ചുരമില്ലാത്ത റോഡിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പോൾ കോഴിക്കോട് ചുരത്ത് കൂടിയൊന്നും ഒന്ന് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാലും ഈ ബ്ലോക്കിൽ കൂടി എങ്ങനെ ഇപ്പോൾ പോവുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഒരു അതിജീവനത്തിൻ്റെ ഒരു വിഷയമായിട്ട് വീണ്ടും വയനാട്ടുകാരുടെ മുമ്പിൽ ഒരു ദുരന്തം മുഖം പോലെ തന്നെ നിൽക്കുന്നു എന്ന് വേണം നമ്മളിപ്പോൾ കാണാൻ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സർക്കാരിന് വയനാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ വയനാടിൻ്റെ ഉപജീവനത്തിനും ദുരന്തബാധിതർക്കായിട്ടുള്ള പുനരധിവാസത്തിനും ഉള്ളത്. അതിന് വേറൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കേണ്ടായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം വയനാടിൻ്റെ കാർഷിക മേഖലയെ പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വയനാട്ടുകാരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പറഞ്ഞൊരു കാര്യം, വയനാടിൻ്റെ വികസനത്തിന് നമുക്ക് ടൂറിസം വയനാട്ടിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏതൊരു ദേശത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് അത് സുസ്ഥിര വികസനമാണ്. അതായത് പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും വരുത്താത്ത രീതിയിലുള്ള സുസ്ഥിര വികസനം, അതിൽ കൂടി സാധാരണ ജനങ്ങളുടെ അതിജീവനവും ഉപജീവനവും. ഈ ഒരു കാര്യത്തിൽ വയനാടിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഏതൊക്കെ കാര്യങ്ങൾ വയനാട്ടിൽ ക്രിയാത്മകമായിട്ട് ടൂറിസം മേഖല വളർത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിനും അതേപോലെ സർക്കാരിനും ഇടപെടാൻ സാധിക്കുന്നു കൂടി സാറിനൊന്ന് പറയാൻ പറ്റും. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. കേളോട്ട് നേരത്തെ പറഞ്ഞു തന്നെയാണ്, വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്ന, ഇനി ഫ്യൂച്ചറിൽ വയനാട് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളൊന്ന് പറയുന്നത്, ഒന്ന് ഹ്യൂമൻ വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, വന്യജീവി സംഘർഷമായിരിക്കാം. ഒന്ന് അത് ഉറപ്പാണ്. 2 ക്ലൈമറ്റ് ചേഞ്ചാണ്. പക്ഷേ ഈ 2 കാര്യങ്ങളെക്കുറിച്ചും വലിയ രീതിയിലുള്ള ഡിസ്കഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായി ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ കാര്യത്തിൽ നമ്മൾ ഇന്നലെ വയനാട്ടിൽ മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വയനാട്ടിൻ്റെ കാലാവസ്ഥ തകിടം മറിഞ്ഞു എന്നുള്ള രീതി, ക്ലൈമറ്റ് ചേഞ്ചിനേക്കാൾ അപ്പുറം എത്തി. വയനാട്ടിന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനൊരു കണ്ടൊരു ഉദാഹരണം, ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട്. ഇവർ ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരം റീല് ചെയ്യുന്ന ആളുകളായിരിക്കും. വയനാട് ജില്ലയിൽ ഒരു പ്രദേശത്ത് മൂപ്പൈനാട് മേപ്പാടി മേഖലയിൽ വൈകുന്നേരം പോയാൽ നല്ല കോടമഞ്ഞിറങ്ങും. അപ്പോൾ അവിടെ ആളുകൾ വളരെ ഭംഗിയായി അതിനെ റീലൊക്കെ ചെയ്ത് നമ്മളെ ഇങ്ങനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഇതേ ആളുകൾ മുള്ളംകൊല്ലി പുൽപ്പള്ളി ഭാഗത്ത് പോയ കിണറിൽ വെള്ളമില്ലാത്തതും കാണുന്നുണ്ട്. എന്നാൽ 40 മീറ്റർ അപ്പുറത്ത് കബനി പുഴ ഒഴുകുന്നുമുണ്ട്. അപ്പം നമുക്കവിടെ വെള്ളമില്ല. ഇനി വേറൊരു ഭാഗത്തേക്ക് പോയാൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചൊരു സ്ഥലമാണ് വൈത്തിരിയിലെ ലക്കിടി. പാഠപുസ്തകത്തിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്ന് പറയുന്നത് എവിടെയാണ്? ലക്കിടിയാണെന്ന്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ആ ഉത്തരം തെറ്റായിപ്പോകും. കാരണം ലക്കിടിയിലല്ല ഏറ്റവും കൂടുതൽ മഴ ഒരുപക്ഷെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കാലാവസ്ഥ അൻപേ മാറിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് കാര്യമായ ഡിസ്കഷൻ എവിടെയും നടത്തിയില്ല. അതിന് വേണ്ട പ്രിക്കോഷൻസ് നമ്മൾ എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിൽ എടുക്കാൻ പറ്റും. കാരണം മുള പൂത്തു പോയതാണ് വയനാട്ടിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം. മുളകൾ പൂത്ത് നശിച്ചു പോയി എന്നുള്ളത് 2നെയും ബാധിച്ചു. ഒന്ന് കാലാവസ്ഥയും ബാധിച്ചു, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു കാരണവുമായി. ഈ മുള പൂക്കുന്നതിന് പകരം നമ്മൾ റീക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഒന്ന്. അത് നമുക്ക് ചെയ്യാമായിരുന്നു, അത് നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി വയനാടിൻ്റെ കാർഷിക മേഖലയ്ക്കുള്ള ഏറ്റവും വലിയ ഗുഡ് വിൽ എന്ന് പറയുന്നത് വയനാട് എന്നുള്ള പേരാണ്. ഇവിടെ നമ്മൾ കുറേ ആളുകൾ സ്വന്തം പ്രൊഡക്റ്റുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പേര് നിങ്ങൾ നോക്കിക്കോ. വയനാട് കോഫി, വയനാട് പാർക്ക്, വയനാട് ടീ എന്നുള്ള. വയനാട് എന്ന് പറയുന്ന പേരിന് ഒരു മാർക്കറ്റുണ്ട്. അത് ഇൻ്റർനാഷണലി വയനാടിനൊരു മാർക്കറ്റുണ്ട്.
ആ മാർക്കറ്റുള്ളൊരു ജില്ലയിൽ നമുക്ക് കാർഷിക മേഖലയിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് കാലാവസ്ഥയുടെ മാറ്റം, ആളുകളുടെ കുറവ്, വിലത്തകർച്ചയൊക്കെയാണ്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ വേണമെങ്കിൽ നമ്മൾ അപ്പുറത്തെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റായ കൊടക് ജില്ലയെ മാതൃകയാക്കാവുന്നതാണ്. കൊടക് ജില്ലയിൽ ഒരു കാപ്പിത്തോട്ടം ഒരാൾക്കുണ്ട്, 10-50 ഏക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അത് സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. ഒന്ന് ആ പ്ലാന്റേഷൻ്റെ പേരായിരിക്കും, 2 ആ പ്ലാന്റേഷനിൽ നിന്നും കോഫി പർച്ചേസ് ചെയ്യുന്ന കമ്പനിയുടെ പേരായിരിക്കും. ചിലപ്പോൾ നെസ്കഫി എന്നായിരിക്കാം, ചിലപ്പോൾ കാഡ്ബറീസ് എന്നായിരിക്കാം. കാരണം ആ ഓണറുടെ കാപ്പി മുഴുവൻ ആ കമ്പനി ഒരു വിലയ്ക്ക് വാങ്ങുകയാണ്. പക്ഷെ അതൊരു ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യണം. എത്രയോ സാധ്യതയുണ്ട് വയനാട്ടിലെ കോഫിക്ക്, പ്രത്യേകിച്ച് റോബസ്റ്റ കോഫിക്ക്. പക്ഷെ നമുക്ക് അതിലെത്രത്തോളം വിജയിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര കാര്യമായി വിജയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, സ്വന്തമായി ഒരു ഓൺ ബ്രാൻഡൊക്കെ ആയി പോകുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയ രീതിയിൽ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വന്യമൃഗശല്യവും കാലാവസ്ഥയും നമ്മളെ ഇനി അലട്ടാൻ പോകുന്ന പ്രശ്നമാണ്. ഇനി ടൂറിസമാണോ വയനാടിൻ്റെ എക്സ്ട്രീം തിരിച്ചുവരവിൻ്റെ വഴി എന്ന് ചോദിച്ചാൽ 2 വാദമുണ്ട്, ആണെന്നും അല്ലെന്നുമുള്ള വാദമുണ്ട്. കാരണം വെക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മാറി, ഇപ്പോൾ സ്റ്റേക്കേഷനായി. ഇപ്പോൾ ഒരു റിസോർട്ടിൽ നമ്മൾ വരുന്നു, അവിടെ റൂം എടുക്കുന്നു, അവിടെ താമസിക്കുന്നു, അവിടെ എൻജോയ് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു പോകും. അത് പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഇത്രയും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വയനാട്ടിൽ ടൂറിസം വല്ലാതെ വർദ്ധിച്ചതിൻ്റെ ഒരു ഭവിഷ്യത്തും നമുക്കുണ്ട്. കാരണം കൺസ്ട്രക്ഷൻ നടത്തി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടൂറിസം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധന നടത്തേണ്ടതാണ്. നമ്മൾ സ്വയം പരിശോധിക്കുക. നമ്മൾ വലിയ റിസോർട്ടുകൾ കെട്ടി, വലിയ വലിയ ഹോം സ്റ്റേ, ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ വയനാട്ടിലുണ്ട്, 3 സ്റ്റാർ ഹോട്ടലുണ്ട്, 4 സ്റ്റാർ ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. ഇതെല്ലാം കെട്ടിയിട്ട് നമ്മൾ വലിയ ടൂറിസത്തെ ആകർഷിച്ചു. പക്ഷേ വയനാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും ഇവിടെ താമസിക്കുന്നതിനേക്കാൾ ഉപരി അവർ വന്നത് വയനാടിൻ്റെ കാലാവസ്ഥ കാണാനും വയനാടിൻ്റെ ഒരു സംസ്കാരം കാണാനും ആയിരുന്നു. ഇതിന് രണ്ടിനെയും മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ ഈ വലിയ കെട്ടിടങ്ങളിലേക്ക് പോയി, അതുണ്ടാക്കുന്ന ഒരു പാരിസ്ഥിതികമായ പ്രശ്നം രണ്ടാമത്താണ്, അതിനേക്കാൾ വലിയ കുഴപ്പമാണ്. അപ്പോൾ അത് മാറ്റി നമ്മളുടെ ഒരു തനത് സംസ്കാരം, നമ്മളുടെ ഒരു തനത് കൾച്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായി മാറ്റിയും വലിയ കൺസ്ട്രക്ഷൻ അല്ല ഇനി വേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാനൊരു എക്സാമ്പിൾ എനിക്ക് തോന്നിയത്, ഇത്രയും ആളുകൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കാൻ പോയിരിക്കുന്ന ചിലപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയ സ്ഥലത്തല്ലേ, അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നില്ല നമ്മൾ. ഇത് ഇപ്പോൾ കേളോട്ടൻ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, കേളോട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്ന മെതിക്കളത്തിൻ്റെ അല്ലെങ്കിൽ അതാണത്. അത് വയനാടിൻ്റെ ഒരു കൾച്ചറായിരുന്നു. ആ കൾച്ചറായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളത് കൾച്ചറിനെ ടൂറിസത്തിലേക്ക് കൊണ്ടുവന്നില്ല. നമ്മളുടെ തനത് വിഭവങ്ങളെ കൊണ്ടുവന്നില്ല, തനത് ഭക്ഷണ രീതിയെ കണ്ടില്ല. ഇപ്പോൾ വയനാട് ജില്ല ഏറ്റവും വലിയ ടൂറിസ്റ്റ് ജില്ലയാണ്, ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ഒരു ജില്ലയാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭക്ഷണം വയനാട്ടിൽ ഒരു ഹോട്ടലിലും ലഭിക്കില്ല. ഒരു ഹോട്ടലിലും തനത് അവരുടേതായ ചില ഭക്ഷണശീലങ്ങളുണ്ട്, രീതികളുണ്ട്, അത് ലഭിക്കുമോ? ഇല്ല. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടോ? ഇല്ല. നമ്മുടെ കൾച്ചറിൽ ശരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഇനി ടൂറിസം നമുക്കൊരു സെക്കൻഡ് സ്റ്റെപ്പും കൃഷിയും തന്നെയാണ്. ഇതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഇനി വയനാട്ടിൽ രക്ഷപ്പെടുകയുള്ളൂ. അതായത് ടൂറിസം പ്ലസ് അഗ്രികൾച്ചർ, കൃഷി. ഇപ്പം നല്ല കാർഷിക തോട്ടങ്ങൾ ടൂറിസം കേന്ദ്രങ്ങളായി മാറണം. നമ്മളിത് എത്രയോ തവണ പറഞ്ഞതാണ്, നല്ല തോട്ടങ്ങൾ ഒരു ടൂറിസം കേന്ദ്രമാണ്. ഇപ്പോൾ വയനാട് മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ താരം കഴിക്കുന്ന ഫ്രൂട്ട് വയനാട്ടിലൊരു കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ആൾ പോകുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷിലും ബ്രസീലിലുള്ള പപ്പായ വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. മലേഷ്യൻ ഫ്രൂട്ട് വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് പോലും അറിയില്ല. ഇനി അബിയു എന്ന് പറയുന്നൊരു ഫ്രൂട്ട് മാനന്തവാടിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പാരിസൺ എസ്റ്റേറ്റിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്, അബിയു ഫ്രൂട്ട്. ഇതൊക്കെ വയനാട്ടിലുണ്ട്. ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനെ മാർക്കറ്റ് ചെയ്യാനും നമുക്കറിയുന്നില്ല, ഇതിനെ കൊണ്ടൊരു ഇൻകം ഉണ്ടാക്കാനും നമ്മൾ അറിയുന്നില്ല. ഇനി അറിയാത്തതാണോ ചെയ്യാത്തതാണോ എന്നുള്ള ചോദ്യമാണ്. കർഷകൻ്റെ ഇൻകം രണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഡബിൾ ഇൻകം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം. അതായത് കർഷകന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കും ഒരു വില കിട്ടണം, പ്ലസ് അവൻ്റെ തോട്ടത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരണം. ഇത് വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയിക്കും. എൻ്റെ ഡിവിഷൻ ഞാൻ മത്സരിച്ച് ജയിച്ച സ്ഥലം അവിടെ തൃക്കേപ്പറ്റ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം, ഉറവ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്.
ഉറവിൽ വരുന്ന ആളുകളെ തൊട്ടപ്പുറത്ത് കളിമണ്ണ് കൊണ്ട് ഇതുപോലെയുള്ള കൂജകൾ ഉണ്ടാക്കുന്ന ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി ഞങ്ങളെല്ലാവരും കൂടെ. ഒന്നുമില്ല, ഉറവിൽ വരുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ഇവിടെ കളിമണ്ണ് കൊണ്ട് പാത്രം നിർമ്മിക്കുന്നുണ്ട്, ഒന്ന് പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ കാണാൻ വന്നു. രണ്ടാമത് കളിമണ്ണ് കൊണ്ട് അവർ പാത്രം ഉണ്ടാക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്കതൊരു എൻ്റർടൈൻമെൻറ്റായി, അതൊരു അറിവായി. അവർക്ക് ഒരു കൂജ വെക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു 25% ഇൻകം ഈ ടൂറിസ്റ്റുകളിൽ നിന്നും കിട്ടാൻ തുടങ്ങി. അവർ വളരെ ഹാപ്പിയായി. ഇപ്പോൾ അവർക്ക് പെർ മന്ത് 20,000 രൂപ വരെ ഈ ടൂറിസ്റ്റുകളുടെ ഫീസിൽ നിന്ന് കിട്ടും. ബാക്കി തുകയ്ക്ക് ഇവർ വിറ്റാൽ മതി. അതൊരു ചെറിയ ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ അവിടെ ഒരു 4-5 മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം വന്നു. എല്ലാവരെയും കണക്ട് ചെയ്ത് കൊടുത്തു. ഒരു സ്ഥലത്ത് വരും അപ്പുറം സ്ഥലം, അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെ അതൊരു ടൂറിസം ഒരു കോടി റോഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കൊണ്ടുവന്നു. അത് വിജയിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ നല്ല പ്ലാന്റേഷൻസ് ഉണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, നല്ല ഫ്രൂട്ട് പാർക്കുകളുണ്ട്. അതിനെ നമ്മൾ കർഷകനെ അതൊരു ടൂറിസം കേന്ദ്രമാക്കി വരും. വലിയ കൺസ്ട്രക്ഷനോട് എനിക്ക് വലിയ വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ വലിയ കൺസ്ട്രക്ഷൻ കൊണ്ട് വയനാട്ടിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കാര്യമായ നേട്ടം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളൊരു ചരിത്രമുണ്ട്, നമ്മളൊരു സംസ്കാരമുണ്ട്. ആ ചരിത്രത്തെയും സംസ്കാരത്തെയും ടൂറിസത്തിന് അത് അറിവാണ്. അത് കേവലം ഒരു ടൂറിസം വന്നു പോവുക എന്നതിനേക്കാൾ അപ്പുറം വലിയ അറിവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ അറിവ് പകർന്നു കൊടുത്താൽ തന്നെ വയനാടിന് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ കേളോട്ടൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, വയനാടിൻ്റെ അതിജീവനം എന്ന് പറയുന്നത് എത്ര ഈസിയായ ഒരു കാര്യമല്ല. നാൾക്ക് നാൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ജില്ല കടന്നു പോകുമെന്നുള്ളതൊരു അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ വന്യമൃഗശല്യം അതും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മളിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും. നമ്മൾ മുത്തങ്ങ കഴിഞ്ഞിട്ടുള്ള സീതാദേവിയുടെ ഒരു അമ്പലം ഉണ്ട് അവിടെ. എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ പോകും. അതിനപ്പുറത്ത് പോയി നിന്നാൽ വയനാട്ടിൻ്റെ എക്സ്ട്രീം ചേഞ്ച് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫോറസ്റ്റ് മുഴുവൻ മഞ്ഞ കളറിലായിരിക്കും. നല്ല ഭംഗിയാണത് കാണാൻ. അത് മുഴുവൻ അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്നയാണ്. അത് ഉള്ളിടത്തോളം ഒരു മൃഗവും അവിടെ വരികയില്ല, ഒരു പുല്ല് പോലും മുളയ്ക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക്കലി അവർ പറയും. അതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ചിലവ് 40 കോടി രൂപയാണിപ്പോൾ. അപ്പം നമ്മൾ ആ മഞ്ഞക്കൊന്ന് റിമൂവ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, മൃഗം അവിടത്തേക്ക് വരില്ല, അത് പുറത്തേക്ക് വരും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണം. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാവാതാവാം, അത് നമ്മളെ പറ്റിയൊരു അബദ്ധമാകാം. അതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ വേരിൽ നിന്നും കായ് ഉണ്ടാവും, പൂവിൽ നിന്നും ഉണ്ടാകും, കുരുവിൽ നിന്നും ഉണ്ടാകും. അത് പറിച്ച് നീക്കിയാലും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചുകൂടി നമ്മളുടെ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം നേരത്തെ പറഞ്ഞുകൊണ്ട്, വാഹനം ഓടാത്തൊരു ഗ്രാമമുണ്ട് ഇന്ത്യയിൽ. അവിടെ വാഹനം കയറ്റാറില്ല. അവരൊരു ബോർഡറിൽ നമ്മൾ വാഹനത്തിൽ ഇറങ്ങണം, എന്നിട്ട് നടന്നു പോകാം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോകുന്ന അവിടെയാണ്. എന്നാൽ അവിടെ എന്തുകൊണ്ടാണ് ആളുകൾ വരുന്നതുകൊണ്ട് എല്ലാവരും വാഹനം വാങ്ങി ഓടിക്കാനും അല്ലെങ്കിൽ വലിയ കെട്ടിടം കെട്ടാനൊന്നും മെനക്കെടാത്തത്? അതൊരു കൾച്ചറാണ് അവരുടെ. ആ കൾച്ചറിനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളെ കൾച്ചറിനെയാണ് ആദ്യം വിട്ടുകൊടുത്തത്. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ കൊച്ചിയോട് മത്സരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ചെന്നൈയിനോട് മത്സരിച്ചു. പക്ഷെ നമ്മൾ മത്സരിക്കേണ്ടിയിരുന്നത് നമ്മളോടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മത്സരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സംസ്കാരം ഇവിടെ ഉണ്ടാവും, നമ്മളുടെ കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് കാണാൻ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ഇനിയും നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഒരുമിച്ച്, ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. വളരെ നന്ദി ശ്രീ ഷംസാദ് മരിക്കാർ. വളരെയധികം തിരക്കുകൾക്ക് ഇടയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഒരു സംവാദത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞതുപോലെ അതിജീവനം, ഉപജീവനം, വയനാടിൻ്റെ അതിജീവനവും ഉപജീവനവും ഇത് കൂട്ടായ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം ഈ ചർച്ച തീരുന്നതോടുകൂടി തീരുന്ന ഒന്നല്ല. അത് നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റെടുത്താൽ മാത്രമേ വയനാടിൻ്റെ അതിജീവനവും ഉപജീവനമെല്ലാം സാധ്യമാവുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. എല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ശ്രീ OR കേളുവേട്ടനും ശ്രീ ഷംസാദ് മരിക്കാരനും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.